ചെങ്ങന്നൂരിൽ ഫാർമസി ജീവനക്കാരിയിൽ നിന്നും 2500 രൂപയുമായി യുവാവ് മുങ്ങിയതായി പരാതി. വ്യാഴം വൈകിട്ട് 4ഓടെയാണ് സംഭവം. മുമ്പ് സമാന രീതിയിൽ ഹരിപ്പാടും മോഷണം നടന്നിരുന്നു. ഇരു സംഭവങ്ങളിലും ഒരാൾ തന്നെയാണോ പ്രതിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫാർമസിയിലെത്തിയ യുവാവാണ് ഉടമയോട് ഫോണിൽ സംസാരിക്കുന്ന വ്യാജേന പണവുമായി കടന്നുകളഞ്ഞത്. വളരെ തിരക്കുപിടിച്ച സമയത്തായിരുന്നു സംഭവം. മാന്യമായ വേഷധാരണത്തോടെ മുഖം മറച്ചുകൊണ്ടാണ് ഇയാൾ ഇടപെട്ടത്. ഇന്നലെ ഒരു 4 മണി കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഒരാൾ വന്നിരുന്നു. മാസ്ക് ഇട്ടിട്ട പുള്ളിക്കാരെ വന്നേ. അപ്പൊ സാറിനെ അറിയുന്ന രീതിയിലായിരുന്നു സംസാരിച്ച്. കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് മരുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്, അത് കൊണ്ടുവരും. അശോകൻ എന്ന് പറയുന്ന ഒരാള് വരും, കുറച്ച് പൈസ ഏൽപ്പിക്കും, അത് വാങ്ങിക്കണം. സാറിനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വിളിക്കണ്ട, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. അങ്ങനെ സാറിനെ വിളിക്കുന്ന പോലെ കുറെ നേരം ആക്ട് ചെയ്ത്, സാറാണോ എന്ന് എനിക്കറിയില്ല, സാറിനെ വിളിച്ചോണ്ട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ എനിക്ക് കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കൊടുക്കുന്നതിനനുസരിച്ച് ഇയാള് വെറുതെ പിടിപ്പിച്ചോണ്ടിരിക്കുക. അപ്പം പൈസ ഒരു 2800 രൂപ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, പുള്ളിക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. സാറിനെ അറിയുന്ന വിധത്തിലായിരുന്നു അയാൾ സംസാരിച്ചത്. സാറിനെ വിളിക്കുന്നത് പോലെ അഭിനയിക്കുമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. കടയിലെ തിരക്കിൽപ്പെട്ട എനിക്ക് ശരിക്കും എന്താണ് ചെയ്യാനാവുക? ക്യാമറയിൽ മുഖം കൊടുക്കാതെ മാറി നിൽക്കാനും അയാൾ ശ്രദ്ധിച്ചിരുന്നു. സാർ വന്ന ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും കടയിലെ ജീവനക്കാരി രേഷ്മ പറയുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ഉടൻ തന്നെ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. മുമ്പ് സമാന രീതിയിൽ ഹരിപ്പാടും മോഷണം നടന്നിരുന്നു. ബോയ്സ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിലാണ് ഉടമയുടെ സുഹൃത്താണെന്ന് ധരിപ്പിച്ച് ജീവനക്കാരെ കബളിപ്പിച്ചത്. 3500 രൂപയാണ് തട്ടിയെടുത്തത്. ഇരു സംഭവങ്ങളിലും ഒരാൾ തന്നെയാണോ പ്രതിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.